ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നോമ്പ് 22-ൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 1 മണി 1:30 ഒക്കെ ആയിട്ടുണ്ട്, രാത്രി കേട്ടോ. ഈ രാത്രി 1 മണി 1:30 ആയാൽ ഇസ്മക്കുട്ടിക്ക് എണീക്കുക എന്നുള്ളത് സ്ഥിരം പരിപാടിയാണ്. ഇപ്പോൾ പൊതുവേ ചൂട് കൂടുതലാണല്ലോ. ചൂട് കൂടുതലായതുകൊണ്ട് ആൾക്ക് ഉറക്കം ശരിയാവാറേ ഇല്ല. അപ്പോൾ മേലൊക്കെ നന്നായിട്ട് ചൂട് പൊന്തിയിട്ടുണ്ട് അവൾക്ക്. അപ്പോൾ നമ്മൾ ചൂടിൻ്റെ പൗഡർ ഇടയ്ക്ക് ഇങ്ങനെ മേലൊക്കെ ഇട്ട് കൊടുക്കും. അത് കണ്ടിട്ട് ആളിപ്പോൾ മറ്റേ നമ്മൾ സാധാ പൗഡറില്ലേ അതവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആളത് സ്വയം എടുത്തിട്ട് മേലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്താണ് ഇടുന്നത്, പക്ഷെ തുടക്കണ കഴിയുമ്പോഴാണ് കേട്ടോ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. 1:30 ഒക്കെ ആകുമ്പോഴാണ് ആൾ എന്നിട്ട് ഒന്ന് സൈഡായത്. 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ അംഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടപ്പുറത്ത് ഇതിടുക, എന്നിട്ട് കഴിയുമ്പോൾ തുടക്കുക, അങ്ങനെയൊക്കെയുള്ള അംഗങ്ങളാണ് കേട്ടോ. 1:30-2 മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരിക്കും ആൾ ഉറങ്ങിയത്. അതുവരെ കിടന്ന് കളിക്കൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ റൂമിൽ പോയിട്ട് അവരുടെ അടുത്ത് ഇരുന്നിട്ടുള്ള അംഗങ്ങളൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉറങ്ങിയതിന് ശേഷം പിന്നെ നമ്മളൊരു 4 മണി 4:15 ആയപ്പോഴാണ് അത്താഴത്തിന് എണീറ്റത്. അപ്പോൾ അത്താഴത്തിന് നമ്മൾ ഒരു കട്ടൻ ചായ കുടിച്ചു. കട്ടൻ ചായയും പിന്നെ അരി നുറുക്കില്ലേ, ആ നുറുക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് പണ്ട് മുതലേ കഴിക്കുന്നൊരു സംഭവമല്ലേ ഈ അരിനുറുക്ക്. നല്ല ടേസ്റ്റാണ് അരിനുറുക്ക്. എപ്പോഴും ഒരുപാട് ടേസ്റ്റുള്ള സംഭവം കേട്ടോ ഈ അരിനുറുക്ക്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഒരു ഈത്തപ്പഴം ഇരിക്കണം കണ്ടപ്പോൾ ഒരു ഈത്തപ്പഴം കഴിക്കാനൊരു പൂതി തോന്നിയിട്ട് അപ്പോൾ 2 ഈത്തപ്പഴം എടുത്തിട്ട് കഴിച്ച്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ നോമ്പൊക്കെ ആയ കാരണം ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ടായിരിക്കുമല്ലോ, പായസം ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് കണ്ടപ്പോൾ പിന്നെ കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് കഴിച്ചു. ഇതൊന്നും നമ്മൾ ഡെയിലി കഴിക്കുന്നതൊന്നല്ല കേട്ടോ, പക്ഷെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് എടുത്തിട്ട് കഴിച്ചു കേട്ടോ. അണ്ടിപ്പരിപ്പ് നമുക്ക് എത്ര കഴിച്ചാലും ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള സംഭവമാണല്ലോ, എത്ര കഴിച്ചാലും അങ്ങനെ മതി വരത്തില്ല. പക്ഷെ മുന്തിരി വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പായസത്തിലാണെങ്കിലും മുന്തിരി ഉണ്ടെങ്കിൽ ഞാൻ വല്ലാണ്ട് കഴിക്കില്ല. അണ്ടിപ്പരിപ്പൊക്കെ ആണെങ്കിൽ കഴിക്കൂട്ട. അപ്പോൾ അതൊക്കെ നമ്മൾ അത്താഴത്തിൽ കഴിച്ചത്. ചായ, നുറുക്ക്, പിന്നെ ഈത്തപ്പഴം 2 കഴിച്ചു. കുറച്ച് അണ്ടിപ്പരിപ്പ് കഴിച്ച്, അത്രയൊക്കെ തന്നെ കഴിച്ചുള്ളൂ. പിന്നെ നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളിൽ കുക്കിങ്ങും കാര്യങ്ങളൊന്നും അത്ര അധികമല്ല, വളരെ കുറച്ചുള്ളൂ കേട്ടോ. നമുക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു ഇന്നത്തെ നോമ്പ്. അതുകൊണ്ട് തന്നെ നമ്മളധികം വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് നോമ്പറക്കാനായിട്ട് ഉമ്മ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ചിരവി ഉമ്മ പാലൊക്കെ എടുത്തിട്ട് തേങ്ങാപ്പാലിലാണ് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 4 മണി 4:30 ഒക്കെ ആയി. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് മുന്തിരി ഉണ്ട്. അപ്പോൾ മുന്തിരി ജ്യൂസ് അടിക്കാം. പിന്നെ അതുപോലെ നമ്മൾ പുതിനയുടെ ചെടിമേ കുറച്ച് പുതിനയുടെ ഇല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി പൊട്ടിക്കൽ തുടങ്ങിയപ്പോൾ പുതിനയുടെ ഇല വളരെ കുറഞ്ഞിട്ടാണ്. അപ്പോൾ കുറച്ചിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇലയൊക്കെ ഞാനൊന്ന് കുറച്ച് പൊട്ടിച്ച് എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ലൈം അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പുതിനയുടെ ഇലയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുതിന അടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇതുകൊണ്ട് അടിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് കിട്ടുക. നമുക്ക് ഭയങ്കര റിഫ്രഷ്മെൻറ്റാണ് ഈ ഒരു പുതിനയുടെ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊക്കെ പൊട്ടിച്ചു. അപ്പോൾ നമ്മൾ ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഒരു ചെറിയൊരു കഷ്ണം മതി, അധികം ആകുമ്പോൾ ഇഞ്ചി ചോയ വരും. ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 ഏലക്കായ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ ഏലക്കായ ഇട്ടില്ല. അപ്പോൾ 2 ഏലക്കായ, പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഞാൻ മുന്നേയും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ പുതിനയുടെ ഇത് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ പുതിനയുടെ ഇല ഇട്ട് കൊടുക്കുക, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക, ഏലക്കായ ഉണ്ടെങ്കിൽ 2 ഏലക്കായ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറുനാരങ്ങ മതി. ഒരു ചെറുനാരങ്ങ ഒഴിച്ചാൽ തന്നെ അത്യാവശ്യം പുളിപ്പുണ്ടായിരിക്കും. ഒരു ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിനയുടെ ജ്യൂസ് റെഡി. പിന്നെ മുന്തിരി ജ്യൂസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പൊരിപ്പലഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് സമൂസ ഉണ്ടായിരുന്നു, സമൂസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് പൊരിപ്പലഹാരം ഉണ്ട്. പിന്നെ നമുക്ക് ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് കൊണ്ട് മന്തി വെച്ചിട്ടുണ്ട്, ബീഫ് മന്തി. ഞാൻ ബീഫ് മന്തി അങ്ങനെ അത്ര കണ്ട് കഴിച്ചിട്ടില്ല. എപ്പോഴും നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ചിക്കൻ മന്തി ആയിരിക്കില്ല കഴിക്കുക. ബീഫിൻ്റെ മന്തി ഞാൻ 1-2 വട്ടം കഴിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ബീഫ് മന്തി ഉണ്ട്. പിന്നെ അതിലേക്ക് ഈ ടൊമാറ്റോയുടെ ചട്നി ഉണ്ട്, പിന്നെ മയോണൈസ് ഉണ്ട്. മന്തി ഉണ്ടാവും, പിന്നെ മയോണൈസ് ഇല്ലാണ്ട് എങ്ങനെ കഴിക്കുക അല്ലേ.
നമ്മളെ ഈ ഒരുവിധ ആൾക്കാർക്കൊക്കെ മയോണൈസ് ഭയങ്കര അഡിക്റ്റാണ്. ചിലവർ ഈ പൊരിപ്പലഹാരത്തിൽക്കൊക്കെ മയോണൈസ് കൂട്ടി കഴിക്കും. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ആയി. അപ്പോൾ നമ്മൾ ചായ കൂട്ടണമെന്ന് വിചാരിച്ചാട്ടോ സമൂസ കണ്ടപ്പോൾ. പിന്നെ വെള്ളങ്ങളും സേമിയൊക്കെ ഉള്ള കാരണം കൂട്ടിയില്ല. അപ്പോൾ നമ്മളൊരു ജഗ് തണുത്ത വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ സേമിയ പായസമുണ്ട്, പുതിനയുടെ വെള്ളമുണ്ട്, മുന്തിരിയുടെ ജ്യൂസുണ്ട്, പിന്നെന്താ പിന്നെ നമ്മുടെ മുസമ്പി മുറിച്ച് വെച്ചിട്ടുണ്ട്, ഈത്തപ്പഴമുണ്ട്, സമൂസ ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു കേട്ടോ നമുക്ക് നോമ്പ് തുറക്കാനായിട്ട്. അങ്ങനെ സമയം 6:30 ആയപ്പോൾ നമ്മളെല്ലാതും മേശമ്മയെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഇനി 6:40 41 ഒക്കെ ആവുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാതും റെഡിയാക്കി വെച്ചു. ഭാഗ്യനിങ്ങനെ കാത്തിരിക്കുകയാണ്. അടിപൊളി സേമിയ പായസമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം മധുരമൊന്നുമില്ലാതെ അധികം കട്ടിയൊന്നുമില്ലാതെ നല്ല ടേസ്റ്റുള്ള സേമിയ പായസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 6:35 ഒക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് വെച്ചു. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് നമ്മളെ കൂടെ ഉമ്മമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മമ്മ കുറേ നിൽക്കാൻ വേണ്ടി വിളിക്കുന്നു, ആൾ വരാറില്ല. ഇപ്പോൾ വിളിച്ചപ്പോൾ ഞാനും മോളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിൽക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മമ്മയുടെ കൂടെയുള്ളൊരു നോമ്പ് തുറയാണ് ഇന്നത്തേത്. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു, ബാങ്കൊക്കെ കൊടുത്തപ്പോൾ നമ്മൾ ജ്യൂസും പിന്നെ അതുപോലെ തന്നെ സേമിയ പായസവും എല്ലാതും കഴിച്ചു കേട്ടോ. സമൂസ ഉണ്ടായിരുന്നു, അതിൽ 2-3 ചിക്കൻ്റെ ആയിരുന്നു, പിന്നെ വെജിറ്റബിളിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഏകദേശം 9 മണിയൊക്കെ ആയി. അപ്പം നമ്മൾ ബീഫ് മന്തിയും മയണൈസും ടൊമാറ്റോ ചട്നിയും ഒക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി ബീഫ് മന്തിയായിരുന്നു. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ബീഫൊക്കെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ല വേവണം, ബീഫൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും നല്ല വേവണം, എങ്കിലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് മയണൈസും ചട്നിയും ഒക്കെ കൂട്ടിയിട്ട് ബീഫ് മന്തി കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഏകദേശം 9 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ട ബീഫ് നല്ല സോഫ്റ്റാണ്, അങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകണം, അത്രക്കും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബീഫ് മന്തിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.